നമ്മൾ കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇഡിക്ക് പിന്നാലെ CBI കൂടി കെജ്രിവാളിനെതിരെ കുരുക്കുകൾ മുറുക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിചാരണ കോടതി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരുന്നു. പക്ഷേ അതിനെതിരെ ED പടയൊരുക്കം നടത്തി. ഹൈക്കോടതിയിൽ ആ ഉത്തരവിനെതിരെ ഹർജി നൽകി. ആ ഹർജി പരിഗണിച്ചുകൊണ്ട് ഡൽഹി ഹൈക്കോടതി ഇന്നലെ കെജ്രിവാളിൻ്റെ ജാമ്യം സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത്. അതിന് പിന്നാലെ തിഹാർ ജയിലിൽ തന്നെ കെജ്രിവാളിന് തുടരേണ്ടി വന്നു. അങ്ങനെ ഇരിക്കെയാണ് തിഹാർ ജയിലിലെത്തി CBI സംഘം കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നു. അതിനു പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കെജ്രിവാളാണ് ഈ മദ്യനയം രൂപീകരണത്തിന് ചുക്കാൻ പിടിച്ചത് മുഖ്യ ആസൂത്രകൻ എന്നാണ് CBIയുടെ പ്രധാന വാദം. ഇനി അങ്ങോട്ട് CBIയുടെയും EDയുടെയും കൈകളിൽ തന്നെയായിരിക്കുമോ കെജ്രിവാളിൻ്റെ ജീവിതം എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അജിംസ്, കെജ്രിവാളിന് ഇനി പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കാണോ പോകുന്നത്? അങ്ങനെയല്ല, എനിക്ക് അങ്ങനെയല്ല തോന്നുന്നു. അതിൻ്റെ ഒരു കാരണം ഒന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് വളരെ ദുർബലമാണ് എന്ന് വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ ഒരുങ്ങിയപ്പോൾ അവിടുത്തെ വിചാരണ കോടതി ജഡ്ജി ജാമ്യം നൽകിയ ഉത്തരവിൽ പറയുന്നുണ്ട്. കാരണം ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു തരം എവിഡൻസും ഇല്ല. ഈ അദ്ദേഹത്തെ ജയിലിൽ പാർപ്പിക്കുന്നത് തന്നെ ഈ PML ആക്ടിൻ്റെ ബലം കൊണ്ട് മാത്രമാണ്. നേരെ തെളിവുകളില്ല. ആകെയുള്ളതൊരു പ്രതിയുടെ മാപ്പുസാക്ഷിത്വമാണ്. ആ പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ പ്രതിയാക്കുന്നത്. അപ്പോൾ 100 കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന് പറയുമ്പോൾ 40 കോടി ഗോവയിലെ ഇലക്ഷന് ചെലവഴിച്ചു. അപ്പോൾ കോടതി ചോദിക്കുന്നത് ബാക്കി 60 കോടി എവിടെ എന്നാണ്. ഈ മണി ട്രയൽ നടന്നിട്ടില്ല. അതായത് 100 കോടിയുടെ അഴിമതി നടന്നു, അതിൽ 40 കോടി ഗോവയിലെ ഇലക്ഷൻ ചെലവഴിച്ചു എന്ന് പറയുന്നു. ഇതിന് തെളിവൊന്നുമില്ല കേട്ടോ, വെറുതെ പറയുകയാണ്. ബാക്കി 60 കോടി എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇനി എത്ര നാൾ വേണ്ടി വരും നിങ്ങൾക്ക് 60 കോടി കണ്ടെത്താൻ ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്. അപ്പോൾ വളരെ ദുർബലമായൊരു കേസാണ് EDയുടേതെന്ന് വിചാരണ കോടതിയിലെ ജാമ്യാപേക്ഷയിൽ തെളിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി ആ ജാമ്യം സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സുപ്രീം കോടതി അത് അനുവദിക്കും. കാരണം വിചാരണ കോടതി കണ്ടെത്തിയ ആ ഫാക്ട്സ് അത് റെലവൻ്റ് ആണ്. അത് സുപ്രീം കോടതി അത് പരിഗണിക്കും. കാരണം ഇതേ സുപ്രീം കോടതിയാണല്ലോ മുമ്പ് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടക്കാല ജാമ്യം നൽകിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജാമ്യം കിട്ടാവുന്ന ഒരു സംഭവമാണ്. അപ്പോഴാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു അഴിമതി കേസാണല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രാജ്യത്ത് നടക്കുന്ന അഴിമതിയിൽ ആദ്യം വരുന്ന ഏജൻസി EDയാണ് എന്നുള്ളതാണ്. അഴിമതി കേസ് അന്വേഷിക്കാനുള്ള ചുമതല അതത് സംസ്ഥാന വിജിലൻസുകൾക്കും അതല്ലെങ്കിൽ CBIക്കുമാണ്. CBIയുടെ പദവിയിലാണ് അഴിമതി കേസ് വരിക. ഇവിടെ CBI കെജ്രിവാളിനെ പ്രതിയാക്കിയിട്ടേ ഇല്ല. അതായത് ED അറസ്റ്റ് ചെയ്തിട്ടും ED പ്രതിയാക്കിയിട്ടും CBIക്ക് അങ്ങനെ ഒരു കേസേ ഉണ്ടായിരുന്നില്ല. ഇന്നാണ് ആ കേസ് വരുന്നത്. അതിനർത്ഥം എന്താണ്? ഇതൊരു അഴിമതി നടന്നതിൽ അതിൽ കുറേ പ്രതികൾ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ K കവിത ഉൾപ്പെടെ ഇതിലെ കിങ് പിന്നായിട്ടുള്ള ശരത്ചന്ദ്ര റെഡ്ഡി ഉൾപ്പെടെയുള്ള കുറേ പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോഴൊന്നും CBIക്ക് എന്തില്ല, ഈ അഴിമതിയിൽ അരവിന്ദ് കെജ്രിവാൾ പങ്കാളിയല്ല. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ജാമ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ CBI ജയിലിലെത്തി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു, പ്രതി ചേർക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അത് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും. ഇതിലെ ഒന്നാമത്തെ പ്രശ്നം ഈ കുതിരയുടെ മുമ്പിൽ വണ്ടി കിട്ടുക എന്നുള്ള രീതിയാണ്. ഇതൊരു അഴിമതി കേസാണല്ലോ. അഴിമതി കേസാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. അത് ആദ്യം അന്വേഷിക്കേണ്ടത് CBI ആണ്. അത് CBI അന്വേഷിക്കുന്നില്ല. CBI ആദ്യം അന്വേഷിക്കുന്നില്ല. പകരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ അഴിമതി നടന്ന പണത്തിൻ്റെ പേരിൽ. കാരണം അതെന്തുകൊണ്ടാണ്? അത് ഒരു തരം തെളിവുമില്ല. അത് ആരെയും പിടിച്ചകത്തിടാൻ EDക്ക് കഴിയും. ഈ PML ആക്ട് വഴി EDക്ക് കഴിയും എന്നുള്ളതാണ് ED ആദ്യം അന്വേഷിക്കുന്നത്. ഇത് ഈ മദ്യനയ അഴിമതി കേസിൽ മാത്രമല്ല, എല്ലാ അഴിമതി കേസിലും ഇത് തന്നെയാണ്. എല്ലാ കേസിലും ഇത് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ്, അത് യഥാർത്ഥത്തിൽ അഴിമതി കേസാണ്. അപ്പോൾ ആ അഴിമതി കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ടുണ്ട് സംസ്ഥാന പോലീസ്. അങ്ങനെയാണെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചത് പോരാ, CBI അന്വേഷിക്കണമെന്ന് തീരുമാനിക്കാൻ വേണമെങ്കിൽ കേന്ദ്രത്തിൽ തീരുമാനിക്കാം. അവർക്ക് അതൊന്നും അന്വേഷിക്കണം. അവർക്ക് EDയെ വിട്ടാൽ മതി. ആദ്യം വിടേണ്ടത് EDയാണ്. അപ്പോൾ ED ആദ്യം വരുന്നു, പുറകെ കേന്ദ്ര ഏജൻസികൾ വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ രീതി. ആ ED ആദ്യം വരുന്നതിൻ്റെ കാരണം തന്നെ തെളിവില്ലാതെ തന്നെ ആരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ CBIയുടെ മുമ്പിലുള്ള ചാലഞ്ച് ഇത് തന്നെയാണ്. അഴിമതി നടന്നു എന്ന് തെളിയിക്കണം, അരവിന്ദ് കെജ്രിവാൾ പണം വാങ്ങിയെന്ന് തെളിയിക്കണം, ആ പണത്തിൻ്റെ ഉറവിടവും അതെങ്ങോട്ട് ചെലവഴിച്ചു എന്നുള്ളതും തെളിയിക്കണം CBIക്ക്. അപ്പോൾ ഈ ജാമ്യ പ്രോസസ്സ്, ജാമ്യ പ്രക്രിയ വൈകിപ്പിക്കുക എന്നതിനപ്പുറം CBIയുടെ കേസിന് യാതൊരു റെലവൻസും ഇല്ലാന്നാണ് എനിക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്നത്. ഇപ്പോൾ തന്നെ ഈ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള ജാമ്യ ഹർജി പിൻവലിച്ചിട്ടുണ്ട്. CBI കേസുകൾ ഉൾപ്പെടുത്തി വീണ്ടും ജാമ്യ ഹർജി നൽകാനാണ് അരവിന്ദ് കെജ്രിവാൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് CBI കേസെടുത്തു എന്നുകൊണ്ട് കെജ്രിവാളിന് പ്രത്യേകിച്ച് പ്രതിസന്ധിയൊന്നും ഈ നിയമ പോരാട്ടത്തിലില്ല. യെസ്, നിഷാൻ എന്ത് തോന്നുന്നു? ജയിലിൽ നിന്നുള്ള ഒരു മടങ്ങിവരവ് എത്രത്തോളം ദുഷ്കരമായിരിക്കും കെജ്രിവാളിന്? ജയിലിൽ നിന്ന് മടങ്ങി വരാൻ കുറച്ചൊക്കെ സങ്കീർണതകൾ ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം അയാളെ വേട്ടയാടാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് ഇന്നിപ്പോൾ CBIയുടെ സ്റ്റെപ്പ് കൂടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ കെജ്രിവാളിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി മുന്നോട്ട് പോക്ക് ഭയങ്കരമായ പ്രശ്നത്തിലായിരിക്കുമെന്ന് ഉറപ്പ്. കാരണം ഈ സർക്കാർ മാറി വന്നതിന് ശേഷം ഈ പുതിയ സർക്കാർ വരുന്നു, ഒരു മുന്നണി സർക്കാരാണ്, കുറച്ചുകൂടി ജനാധിപത്യ മൂല്യങ്ങളെയൊക്കെ കേൾക്കുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചെടുത്തതാണ്. അങ്ങനെയല്ല, ഞങ്ങൾ പൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പൂട്ടാൻ തന്നെ തീരുമാനിച്ചാണ് പോകുന്നതെന്ന മെസ്സേജാണ് സത്യത്തിൽ നരേന്ദ്രമോദി കെജ്രിവാളിന് ഇപ്പോൾ CBI അറസ്റ്റിലൂടെ തെളിയിച്ചിരിക്കുന്ന കാര്യം. അപ്പോൾ കെജ്രിവാളിൻ്റെ അറസ്റ്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടാക്കിയിരുന്നൊരു വലിയൊരു ആവേശമുണ്ടല്ലോ, അതിൽ ഇപ്പോൾ അതുണ്ടോ എന്ന ചോദ്യം അവിടെ ഉണ്ട്.
കെജ്രിവാളിൻ്റെ നേതൃത്വമുള്ള ഒരു അഴിമതി വിരുദ്ധ മൂവ്മെൻറ്റ് ഡൽഹിയിൽ അലയടിച്ചു വന്നൊരു കാലം നമുക്ക് ഓർമ്മയുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് കെജ്രിവാളിനെയും അദ്ദേഹത്തിൻ്റെ അഴിമതി വിരുദ്ധ ആശയത്തെയും പിന്തുണച്ചുകൊണ്ടും അതിൽ പ്രത്യാശ വെച്ചുകൊണ്ടും തെരുവുകൾ നിറഞ്ഞത്. അരവിന്ദ് കെജ്രിവാൾ ഈ മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായപ്പോൾ അങ്ങനെ തെരുവുകൾ നിറയ്ക്കാൻ ആം ആദ്മി പാർട്ടിയുടെ കുറേ പ്രവർത്തകരും അവരുടെ കൊടികളും അല്ലാതെ ഡൽഹിയിലെ മിഡിൽ ക്ലാസ്സിനെ, ഞങ്ങളുടെ ഒരു ആശാകേന്ദ്രത്തെ തകർക്കുന്നു, ഞങ്ങൾക്ക് ഇത്രയും വലിയ വൈദ്യുതി സബ്സിഡിയും വെള്ളത്തിന് സബ്സിഡിയും ഞങ്ങൾ ആവശ്യപ്പെട്ടതൊക്കെ തന്ന ഒരു ക്ഷേമ ഗവൺമെൻറ്റിൻ്റെ നായകനെ നിങ്ങൾ പൂട്ടുകയാണെന്ന് ചോദിക്കാൻ ജനങ്ങളെ തെരുവിൽ കണ്ടില്ല. നമ്മൾ കാണേണ്ട കാര്യമാണ്. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ആൾ അകത്തു പോകുന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഡൽഹിക്കാരെ സംബന്ധിച്ച് ഒരു വലിയ കൺസേൺ അല്ല എന്നത് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് കുഴപ്പമാണ്. രണ്ടാമത്തെ ഇലക്ഷൻ പൂർത്തിയായി കഴിയുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ എതിരെ വേട്ടയാടുന്നതിൽ ഒരു പൊതുവികാരം വലിയ രൂപപ്പെടുമെന്ന് വിചാരിച്ചെങ്കിൽ എല്ലാ സീറ്റിലും അവിടെ തോറ്റു പോകുന്നതാണ് കണ്ടത്. BJP നേട്ടം ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പോൾ അതും പ്രശ്നമാണ്. അരവിന്ദ് കെജ്രിവാളിനെതിരെ ജാമ്യം ഹർജി ഇങ്ങനെ അസാധാരണമായി നീട്ടിവെക്കപ്പെടുന്നു. ഇന്നിപ്പോൾ CBI അറസ്റ്റ് ചെയ്യുന്നു. പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല ഇന്ന്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങൾ വേട്ടയാടുകയാണ്, ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പാർലമെൻ്റ് ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനോ ഒരു പ്രധാനപ്പെട്ട പ്രൊട്ടസ്റ്റിൻ്റെ വിഷയമാക്കി മാറ്റാനോ അവരാഗ്രഹിക്കുന്നില്ല എന്നതുകൂടി കാണുക. മനീഷ് സിസോദിയ എന്ന് പറഞ്ഞൊരു ആപ്പിൻ്റെ നേതാവുണ്ട്. 1.5 വർഷക്കാലമായിട്ട് ജയിലിൽ കിടക്കുകയാണ്. ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്നു. അയാൾ എവിടെയെന്ന് ഇപ്പോൾ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? ഹേമന്ത് സോറൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അയാൾ ജയിലിലായിപ്പോയി കഴിഞ്ഞു. അതായത് ജയിലിലാവുന്നതിന് തൊട്ട് മുമ്പ് അയാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു, ജയിലിൽ പോകുന്നു. ഇത്രയും ദിവസങ്ങൾ പിന്നിടുന്നു, മാസങ്ങൾ പിന്നിടുന്നു, വർഷങ്ങളാവുന്നു. ഒരു പൊളിറ്റിക്കലി മനുഷ്യരെ അസ്തമിപ്പിക്കുക എന്ന് പറയില്ലേ, വളരെ പർപ്പസ്ഫുള്ളി ചെയ്യുന്ന പരിപാടിയാണത്. ഒരു ഘട്ടം കഴിയുമ്പോൾ രാജ്യവും രാജ്യത്തിൻ്റെ രാഷ്ട്രീയധാരയും ഈ ആളുകളെ മറന്നു തുടങ്ങുകയും അവർ അപ്രസക്തരാവുകയും ചെയ്യും. ഞാൻ പറഞ്ഞ ഈ കേസുകളുടെ ഒരുപക്ഷെ കുറച്ച് കാലത്തെ ഒരു പ്രോസസ്സ് കൊണ്ടൊക്കെ ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യമൊക്കെ കിട്ടിയേക്കാം. പക്ഷേ അയാളെ രാഷ്ട്രീയമായി അസ്തമിപ്പിക്കുക, അപ്രസക്തനാക്കുക എന്ന പ്രോജക്റ്റിൽ മോദി ബഹുദൂരം മുന്നിലേക്ക് പോയിട്ടുണ്ട്. ജനങ്ങൾക്ക് തന്നെയും ഒരു സീരിയസ് കൺസേൺ അല്ലാതെ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ വന്ന ഗവൺമെൻറ്, ഇപ്പോഴത്തെ ഈ ജനാധിപത്യ രൂപം ഉണ്ടെന്ന് പൊതുവേ വിചാരിക്കപ്പെടുന്ന ഗവൺമെൻറ്റിന് കുറച്ചൊക്കെ മയം കാണിക്കുന്നു വിചാരിച്ചു. ആരാണതിന് ജനാധിപത്യ രൂപം കൊണ്ടുവരേണ്ടത്? നിതീഷ് കുമാറോ അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവോ കൊണ്ടുവരണം. അവരിതിനെക്കുറിച്ച് ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ല. നമ്മൾ വിചാരിക്കുമ്പോൾ അവർ ഈ സർക്കാരിനെ മൊത്തം ഒരു തിരുത്തൽ ശക്തിയായിട്ട്, ഒരു ഡ്രൈവിംഗ് ഫോഴ്സായിട്ട് നിൽക്കാൻ പോവുകയാണ്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. 2 പേർക്കും 70 വയസ്സ് കഴിഞ്ഞ വൃദ്ധന്മാരാണ്. അവർക്ക് അവരുടെ പാർട്ടിക്കകത്തെ ആഭ്യന്തര താല്പര്യങ്ങളും ഭയവുമുണ്ട്. അവരുടെ സംസ്ഥാന പാർട്ടിയുടെ ലോക്കൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വലിയ സംഗതിയുണ്ട്. പഴയതുപോലെ BJP 199 സീറ്റുമായിട്ട് പിന്നിപ്പോയ സംഘമല്ല, മറിച്ച് 240 സീറ്റുമായിട്ട് പവർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു സിംഗിൾ ലാർജസ്റ്റ് കക്ഷിയാണ്. ഇവർക്കാവട്ടെ പണ്ട് വാജ്പേയി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന പോലെയുള്ള വലിയ നമ്പർ ഒന്നുമില്ല. അതിൻ്റെ 16-12 സീറ്റിൻ്റെ അത് മാത്രമായിട്ടാണല്ലോ കൂടെ നിൽക്കുന്നത്. അപ്പോൾ അവർ പ്രധാനപ്പെട്ട വകുപ്പുകളും മന്ത്രിമാരും വേണമെന്ന് പോലും ആവശ്യപ്പെട്ടില്ല. സമ്പൂർണ്ണമായ കോംപ്രമൈസാണ് സർക്കാർ ഫോർമേഷൻ്റെ സമയത്ത് കണ്ടത്. അതുകൊണ്ട് മോദിയുടെ പണി തുടരുന്നു എന്നാണ് നമ്മൾ കാണേണ്ട കാര്യം. അത് പ്രതിപക്ഷത്തിന് ഒട്ടും ശുഭകരമായിരിക്കില്ല എന്ന് വെച്ചാൽ നമ്മൾ പാർലമെൻറ്റ് നോക്കിയാൽ മതി. ഇപ്പം സ്പീക്കർ സ്ഥാനത്തേക്ക് ഏകകണ്ഠമായി തിരഞ്ഞെടുക്കണമെന്ന് രാജ്നാഥ് സിംഗ് വന്ന് പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിക്കുന്നു, നടക്കുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഞങ്ങൾക്ക് വേണം, പാരമ്പര്യം കാക്കണമെന്ന് ആവശ്യപ്പെടുന്നു, കൊടുക്കുന്നില്ല. അപ്പോൾ അവരുടെ ഒരു പ്ലാനുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ പ്ലാനിൻ്റെ ആദ്യത്തെ ഏറ്റവും വലിയ ഏരിയയായിട്ട് അരവിന്ദ് കെജ്രിവാൾ കുരുങ്ങും എന്ന് സംശയിക്കുകയോ ഭയപ്പെടുകയോ ഒക്കെ വേണം. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. ആം ആദ്മി പാർട്ടി അവർക്ക് ഭാവിയിൽ ഒരു ത്രെട്ടായിട്ട് അവർ കാണുന്നുണ്ട്. മറ്റ് കക്ഷികളെ പോലെ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുള്ള, ഒരേ സമയം ജനക്ഷേമം, ഒരേ സമയം ഹിന്ദുത്വ, ഇത് രണ്ടിനെയും കൂടെ ഒരു ബ്ലെൻഡ് വർക്ക് ചെയ്യുന്ന ഒരു സംഗതിയാണ്. പുതിയ തലമുറയ്ക്ക് ഇപ്പോഴും അതിനെ ഓഡിറ്റ് ചെയ്യാൻ, അതിൻ്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള കാലഘട്ടം ഓഡിറ്റ് ചെയ്യാൻ പുതിയ തലമുറയ്ക്ക് വലിയ ചരിത്രത്തിലേക്കൊന്നും പോകണ്ട. കോൺഗ്രസിനെ പോലൊന്നും അല്ലല്ലോ. ആളുകൾക്ക് അറിയാം അതെന്താണ്. അപ്പോൾ അതിനെ മുളയിലെ നുള്ളിയില്ലെങ്കിൽ മോദി മുന്നോട്ടുന്നതാണല്ലോ ജനക്ഷേമം, രാജ്യത്തിൻ്റെ പുരോഗതി പ്ലസ് ഹിന്ദുത്വ. രാമനായിരുന്നു, അവരാണ് ഹനുമാൻ ചാലീസ. അതിനെ ഒടിച്ചു കളഞ്ഞില്ലെങ്കിൽ മോദിക്ക് പ്രയാസമാണ്. അപ്പോൾ അതാണ് മോദി ചെയ്യുന്നത്. അത് അരവിന്ദ് കെജ്രിവാളിന് അത്ര നല്ല കാലമല്ല ഇത്. യെസ്, അതാണ് ഇവിടെ കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുക എന്ന് തന്നെയാണ് ഈ അന്വേഷണങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. അത് ഒരു പരിധിവരെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി കെജ്രിവാളിൻ്റെ ഏക പ്രതീക്ഷ സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുമെന്നാണ് AP കരുതുന്നത്. ഇനി അഥവാ ലഭിച്ചില്ല എങ്കിൽ കെജ്രിവാളിനെ സംബന്ധിച്ചൊരു മടങ്ങിവരവ് വലിയ ദുഷ്കരം തന്നെയായിരിക്കും.